അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ഇത് നമ്മുടെ മോര് കലക്കിയതാണ്, പച്ചമോര് കലക്കിയതാണ്. അല്പം തൈരുണ്ടായി, അപ്പോൾ ഒന്ന് പച്ചമുളകും ഉള്ളിയൊക്കെ അടിച്ചിട്ടിട്ടൊന്ന് റെഡിയാക്കിയതാണ്. ഇത് എൻ്റെ ഫേവറേറ്റ് തരമോ കാലിടല്ലേ കേട്ടോ, കടച്ചക്കയും പോത്തിറച്ചിയും കൂടി വെച്ചതാണ് കേട്ടോ. ഇത് സാലഡാണ്. സാലഡെന്ന് പറയുമ്പോൾ സവാള മാത്രം എടുത്ത് ഉപ്പും വിനാഗിരി ഇട്ട് നന്നായിട്ട് തിരുമ്മി ഉടച്ചതാണ്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഉണ്ടല്ലോ, ഇത്തിരി എരിമിറച്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജോസപ്പഞ്ചേൻ്റെ നിന്ന് കിട്ടിയ കടച്ചക്കയുടെ ഒരെണ്ണം ബാക്കിയുണ്ട്, അതും കൂടി ഞാൻ കറി വെക്കാൻ പോവാണ്. അപ്പോൾ കടച്ചക്കയുടെ നാളുകളിൽ ഇറച്ചി എപ്പോഴും കടച്ചക്ക ഇട്ട് തന്നെ വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആരും അത് കാരണം പൊങ്കാല ഇടരുത് കേട്ടോ. അറിയാമല്ലോ, കടച്ചക്കയുടെ ആളാണ് ഞാൻ. അപ്പോൾ ഇറച്ചി മേടിച്ചാൽ ഈ കടച്ചക്കയുടെ നാളുകളിൽ ഇറച്ചി വെക്കുന്നത് കടച്ചക്ക ഇട്ടായിരിക്കും. അപ്പോൾ ഞാൻ പച്ചവളം ഇഞ്ചിയും വെളുത്തുള്ളി അധികം ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പും ഇട്ട് ഒന്ന് ഇറച്ചി ഒന്ന് വേവിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ കറി റെഡിയാക്കാൻ പോവാം കേട്ടോ. ഇതിലേക്കിപ്പോൾ 2-3 സവാളയും ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും അല്പം കൂടി ഞാൻ എടുത്തോട്ടോ, ചതച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും ഇട്ടു. അപ്പോൾ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതച്ചിട്ടിട്ടുണ്ട്. പച്ചമുളകൊക്കെ താളിച്ചപ്പോൾ ഒരു ഇത്തിരി കൂടി ഇടുന്നതാണ്. ഇതൊന്ന് വാടട്ടെ. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി പൊടികളിട്ട് കൊടുക്കാം കേട്ടോ. പൊടികളായിട്ട് എല്ലാ പൊടിയും എടുത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, എല്ലാ പൊടികളും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ കറി നോക്കാം. ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കടച്ചക്ക ഇട്ട് കൊടുക്കാം. ഞാൻ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടൊക്കെയാണ് കറ പിടിക്കാതിരിക്കാൻ. നന്നായിട്ട് റെഡി ആവട്ടെ. അപ്പോൾ നമുക്ക് കറി ഒന്ന് നോക്കാം. ഇപ്പോൾ ഇത് തിളച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടോ. ഒന്നും കൂടി ഉണ്ട്. പത്ത് മിനിറ്റും കൂടി കഴിയട്ടെ. അപ്പോൾ നമ്മുടെ കറി നോക്കാം. കറിയൊക്കെ റെഡി ആക്കണേണ്. സമയത്ത് നമുക്കൊരു 5-6 ഏലക്ക കുത്തിച്ചതച്ചതാണ് ഇട്ട് കൊടുക്കാം. ഒരല്പം ഗ്രേവി ഉള്ളൂ.
ഇതിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി റെഡിയാവും. അങ്ങനെ നമ്മുടെ കടച്ചക്കയും പോത്തിറച്ചിയും കൂടിയുള്ള കറി റെഡിയായി. ഓക്കെ. ഇപ്പോൾ നന്നായിട്ട് കണ്ടോ ഡ്രൈ ആയിട്ടോ ഇപ്പോൾ കറി. അപ്പം അല്പം കറി എടുക്കാം കഴിക്കാൻ. ഇതിപ്പോൾ കടച്ചക്ക തീരുവട്ടോ ആദ്യം, ഇറച്ചി ബാക്കിയും വരും. അപ്പോൾ കഴിക്കാം. അപ്പോൾ അതേ അല്പം മോരൊന്നും ഒഴിച്ചു കൊടുക്കണേണ്. വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ തീർക്കണമായിരുന്നു. എളുപ്പത്തിൽ ഒരു ഇറച്ചിക്കറി ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. അപ്പോൾ ഇത്തിരി കറി എടുക്കാം. അപ്പോൾ ഇതിൽ കടച്ചക്ക വേഗം തീരും കേട്ടോ, ഉറപ്പാണിത്. നമ്മുടെ ജോസപ്പൻ ചേട്ടയിൽ നിന്ന് മേടിച്ച കടച്ചക്കയുടെ ബാക്കിയാണ് കേട്ടോ. 2 മേടിച്ചായിരുന്നു. അതിൽ കഴിഞ്ഞ ദിവസം ഞാൻ പീരയിട്ട് റെഡിയാക്കി, ബാക്കി ഒരെണ്ണം ഉണ്ടായതാണ്. ഇപ്പോൾ സാലഡ് എടുക്കാം. നല്ല വിശപ്പ് ഭ്രാന്തുണ്ട് കേട്ടോ. നല്ല പൊടി പോലത്തെ കടച്ചക്ക കേട്ടോ, എന്താ രുചി. ഇപ്പോൾ സാലഡിൽ തൈര് ഇടണം ഇഷ്ടമല്ല ഇവിടെ. വിനാഗിരി ഉപ്പും തിരുമ്മി റെഡിയാക്കുന്നതാണ് ഇഷ്ടം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഇതൊക്കെയാണ്. മോര് കലക്കിയത്, പിന്നെ പോത്തിറച്ചിയും കടച്ചക്കയും കൂടി വെച്ചത്, പിന്നെ നമ്മുടെ സാലഡ്. നിങ്ങളെല്ലാവരും കഴിച്ചോ? എല്ലാവർക്കും ഇത്ര സ്നേഹത്തോടും നന്ദിയോടും കൂടി